അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. നമ്മൾ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് തിരുവനന്തപുരത്ത് മലയൻകീഴ് മച്ചയിൽ നമുക്കൊരു വീട് സെയിലിന് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു നല്ല വീടാണ്. അപ്പോൾ ഇത് വരുന്നതെന്ന് നമുക്ക് മച്ചയിലാണ് കേട്ടോ. മച്ചയിൽ നമുക്ക് മലയൻകീഴ് നമുക്ക് 3 കിലോമീറ്റർ വരുന്നുണ്ട്. അപ്പോൾ നമുക്കിത് ഇട റോഡാണ് വരുന്നത്. ഇട റോഡിലാണ് നമുക്ക് വീട് വന്നിട്ട്. അതേപോലെ തന്നെ ഇവിടെ ബാക്കി 10-20ഓളം വീടുകളുണ്ട്. അതെല്ലാം നമുക്കിവിടെ സെയിലായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ലാസ്റ്റ് വീട് വന്നിട്ടാണ് ഇത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പണി നടക്കുന്നേ ഉള്ളൂ. നമുക്ക് പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് കുറച്ച് ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്കിത് വരുന്നതെന്ന് പറഞ്ഞാൽ 3.5 സെൻറ്റാണ് ഈ വീട് വരുന്നത്. 3.5 സെൻറ്റിൽ നമുക്ക് 850 സ്ക്വയർ ഫീറ്റ് വീട് വരുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് 3 ബെഡ്റൂം വരുന്നുണ്ട്. മൂന്നിൽ നമുക്ക് അറ്റാച്ച്ഡ് വാഷ്റൂമും കാര്യങ്ങളും ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഫ്രണ്ടിൽ 2 കാറുള്ള സ്പേസ് ഉണ്ട്. നമുക്ക് ബൈക്ക് വയ്ക്കാനുള്ള സ്പേസ് ഉണ്ട്. അപ്പോൾ നമുക്കിവിടെ കുടിയുള്ളത് നമുക്ക് കിണറും വരുന്നുണ്ട്. അതേപോലെ തന്നെ ലൈൻ കണക്ഷൻ പൈപ്പും വരുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ വന്നിട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ഫ്രണ്ടിൽ 2 കാറുള്ള സ്പേസ് ഉണ്ട് കേട്ടോ. അതേപോലെ തന്നെ നമുക്ക് ഫ്രണ്ടിൽ ഇൻ്റർലോക്കും കാര്യങ്ങളെല്ലാം തന്നെ ചെയ്തിട്ടുണ്ട്. നമുക്ക് സിറ്റ് ഔട്ടൊക്കെ നല്ല വലിയ രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് വുഡ് കാര്യങ്ങൾ വന്നിട്ട് നമുക്ക് ഫ്രണ്ടിൽ വന്നിട്ട് ഫുൾ പ്ലാവാണ് കേട്ടോ. നമുക്ക് ഫ്രണ്ടിൽ ഫുൾ പ്ലാവും. അതേപോലെ തന്നെ നമുക്ക് അകത്ത ഡോറുകളും നമുക്ക് സൈഡ് ജനലുകളും കാര്യങ്ങളെല്ലാം വരുന്നതാണ് തന്നെ അൽക്കേഷ്യയും ആഞ്ഞിലുമാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് വരുന്നത് 850 സ്ക്വയർ ഫീറ്റാണ്. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ അകത്തോട്ട് പോകാം. അപ്പോൾ നമുക്ക് സിറ്റ് ഔട്ടും കാര്യങ്ങളും നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. നല്ല വലിയ രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ലോണും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. അതേപോലെ തന്നെ നമുക്ക് ചെറിയ ബഡ്ജറ്റിന് വീട് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഞങ്ങൾ വിളിച്ചാൽ മതി. താഴെ നമ്പറിൽ നമുക്ക് കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഇതുപോലെ ചെറിയ രീതിയിലുള്ള ബഡ്ജറ്റുള്ള വീടുകൾ നമുക്ക് വേറെ ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ TV സ്റ്റാൻഡും കാര്യങ്ങളും വരുന്നത്. അതേപോലെ തന്നെ നമുക്കിവിടെ 3 ബെഡ്റൂമുണ്ട്. 3 അറ്റാച്ച്ഡ് ബാത്റൂമും കാര്യങ്ങളുണ്ട്. അതേപോലെ തന്നെ നമുക്ക് അടുക്കളയുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ബെഡ്റൂം വന്നിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ബെഡ്റൂം വന്നിട്ട്. നമുക്കിപ്പോൾ ഇവിടെ കറണ്ട് ഇല്ല, അതാണ് നമുക്ക് വെട്ടമില്ലാത്തത്. അപ്പോൾ നമുക്കിവിടെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. അതേപോലെ നമുക്ക് കബോർഡും കാര്യങ്ങളും വരുന്നുണ്ട്. നമുക്ക് അതേപോലെ പെയിൻറ്റിംഗ് വർക്ക് നമുക്ക് സെക്കൻഡ് പെയിൻറ്റിങ് കിടക്കുകയാണ്. നമുക്ക് ഫസ്റ്റ് കോട്ടയുള്ളൂ. നമുക്കിത് വീട് സെയിലായിട്ട് നമ്മൾ സെക്കൻഡ് പെയിൻറ്റിങ് കാര്യങ്ങളെല്ലാം ചെയ്യത്തും. അപ്പോൾ ഇതാണ് നമ്മുടെ അറ്റാച്ച്ഡ് ബാത്റൂമും കാര്യങ്ങളും. അതേപോലെ തന്നെ ബാത്റൂം ഫിറ്റിങ്സിന് ഫുൾ ഉപയോഗിച്ചിരിക്കുന്ന ചെറിയ കാര്യങ്ങളാണ്. അതേപോലെ തന്നെ ഇലക്ട്രീഷ്യൻ വർക്കിനായിരുന്നാലും നല്ല ഹൈ ക്വാളിറ്റി സാധനങ്ങളാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ അടുത്ത് തന്നെ നമുക്ക് 2ാമത്തെ ബെഡ്റൂമാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ 2ാമത്തെ ബെഡ്റൂം വന്നിട്ട്. അത് നല്ല സ്പേസും കാര്യങ്ങളുണ്ട്. അതേപോലെ തന്നെ ഇതിൽ നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട് കേട്ടോ. ഇവിടെ നമുക്കെന്ന് പറഞ്ഞാൽ കബോർഡ് മാത്രമില്ലെന്നേ ഉള്ളൂ. നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂം കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത് വരുന്ന 3ാമത്തെ ബെഡ്റൂമാണ് കേട്ടോ. ഇതാണ് നമ്മുടെ 3ാമത്തെ ബെഡ്റൂം. നമുക്ക് ഇവിടെ വരുന്നത് പറഞ്ഞാൽ നമുക്ക് കബോർഡും കാര്യങ്ങളും വരുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂമും കാര്യങ്ങളും വരുന്നുണ്ട്. കബോർഡൊക്കെ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് കബോർഡും കാര്യങ്ങളും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഇതിൽ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. ഇപ്പോൾ നമുക്കിവിടെ 3 ബെഡ്റൂമിലും നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂമും കാര്യങ്ങളും ഉണ്ട് കേട്ടോ. ഇപ്പോൾ നമുക്കിവിടെ തറയിൽ ടൈലൊക്കെ നമുക്ക് പോയിന്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉള്ളൂ. ബാക്കിയൊക്കെ ഏകദേശമുള്ള പണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ 3ാമത്തെ ബാത്റൂം. ഓക്കെ. അപ്പോൾ അടുത്ത് നമുക്ക് ഹാളിൽ നിന്ന് പറഞ്ഞാൽ നമുക്ക് കിച്ചണാണ് കേട്ടോ. ഇതാണ് നമ്മുടെ കിച്ചൺ. നമുക്ക് അതേപോലെ തന്നെ നമുക്ക് വർക്ക് ഏരിയ അടക്കമുള്ള സ്പേസും കാര്യങ്ങളും നമുക്ക് ബാക്കിലുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഓപ്പൺ കിച്ചണാണ്. അതേപോലെ പെയിൻറ്റിംഗ് വർക്ക് ഫുള്ളും കഴിഞ്ഞിട്ടില്ല. നമുക്ക് ഫസ്റ്റ് കോട്ടയായിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് വീട് സെയിലാവാറാകുമ്പോൾ നമുക്ക് ബാക്കി പണികളെല്ലാം നമ്മൾ ചെയ്ത് കൊടുക്കും. അതേപോലെ തന്നെ നമുക്ക് വർക്ക് ഏരിയ അടക്കമുള്ള സ്പേസും കാര്യങ്ങളും നമുക്ക് ബാക്കിലുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ബാക്ക്. അപ്പോൾ ഇതാണ് നമ്മുടെ ബാക്ക് വന്നിട്ട്. നമുക്ക് അതേപോലെ നമ്മൾ ഇവിടെ കിണറും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അതേപോലെ നമുക്ക് നനയിലും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. നമുക്ക് വർക്ക് ഏരിയ അടക്കമുള്ള സ്പേസും കാര്യങ്ങളും ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ വീട് വന്നിട്ട് നമുക്ക് തിരുവനന്തപുരത്ത് നമുക്ക് മലയൻകീഴ് മച്ചിലാണ് കേട്ടോ. നമുക്ക് മലയൻകീഴ് ജംഗ്ഷനിൽ നമുക്ക് 3 കിലോമീറ്റർ ഉണ്ട്. അതേപോലെ നമുക്ക് മച്ച ജംഗ്ഷനിൽ നമുക്ക് 200 മീറ്റർ മാറിയാണ് നമുക്ക് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ ഹൗസിൽ നിന്ന് നമുക്ക് പാപ്പനംകോട് പോകാൻ നമുക്ക് ഇവിടെ മച്ച ജംഗ്ഷനിൽ നിന്ന് നമുക്ക് മച്ച ഈ വീട്ടിൽ നിന്ന് 5.5 കിലോമീറ്ററാണ്. നമുക്ക് മലയൻകീഴ് ജംഗ്ഷനിൽ പോകാൻ ഇവിടെ നമുക്ക് 3 കിലോമീറ്ററാണ് കേട്ടോ നമുക്കിവിടെ വരുന്നത്. അപ്പോൾ ഇതേപോലെ നമുക്ക് കാട്ടാക്കട പോകാനായിരുന്നു നമുക്ക് ഇവിടുന്ന് 5 കിലോമീറ്ററാണ്. അപ്പോൾ നമുക്കിത് സെൻറ്ററാണ്. ഈ വീട് സ്ഥിതി ചെയ്യുന്നത് സെൻറ്ററാണ്. അപ്പോൾ ഈ വീട് വന്നിട്ട് നമുക്ക് 3.5 സെൻറ്റാണ്. 3.5 സെൻറ്റിൽ നമുക്ക് 880 സ്ക്വയർ ഫീറ്റ് വരുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് 3 ബെഡ്റൂം വരുന്നുണ്ട്. നമുക്ക് 3 വാഷ്റൂം വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് 3 ഇത് അറ്റാച്ച്ഡ് ആണ് കേട്ടോ. അപ്പോൾ നമുക്കിത് പ്രൈസ് വയ്ക്കുന്നത് നമുക്ക് വെറും 35 ലക്ഷം രൂപയാണ്. 35 ലക്ഷം രൂപ ഇത് നമുക്ക് നെഗോഷ്യബിൾ ആണ്. അതേപോലെ തന്നെ ലോണും കാര്യങ്ങളും നമുക്കിത് കിട്ടുകയും ചെയ്യും. അപ്പോൾ 20ഓളം നമുക്ക് വീടുകൾ ചെയ്തിട്ടുണ്ട്. അതേപോലെ നമുക്ക് 20ഓളം വീടുകളിൽ ലാസ്റ്റ് വീടാണിത്. ബാക്കിയുള്ള എല്ലാം സെയിലായി. അതേപോലെ തന്നെ എല്ലാത്തിലും ആൾ താമസം കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇത് വന്നിട്ട് നമുക്ക് ലാസ്റ്റ് വീടാണ്. അപ്പോൾ നമുക്ക് ഇത് ആവശ്യമുള്ളവരാണെങ്കിൽ നമുക്ക് താഴെ നമ്പറിൽ വിളിക്കാനുള്ളൂ.